ഗൈസ്, ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം ഞാൻ ഏട്ടനോട് ചോദിച്ചു, നമുക്കൊരു അവിൽ മിൽക്ക് കഴിക്കാൻ പോയാലോ, നമുക്കൊരു നൈറ്റ് ഡ്രൈവും കൂടി ആവല്ലോ എന്നുള്ളത്. ഏട്ടനെടുത്ത വഴിക്ക് പറഞ്ഞു നോ, പക്ഷേ എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ചു. അപ്പോൾ പോവാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ സാധാരണ അവിൽ മിൽക്ക് കുടിക്കാറ് അവിലോ പോയിട്ടാണ്. പക്ഷേ ഇപ്പം അവിടെ പോയാൽ തുറന്നിട്ടുണ്ടോ എന്നറിയില്ല, കാരണം ഇന്ന് ബക്രീദല്ലേ. പോയ പോലെ തന്നെ തുറന്നിട്ടില്ല. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ബേക്ക് ഹൗസ് എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. ഒന്നും നോക്കിയില്ല, അവിടെ നിർത്തി. അവിടെ നോക്കുമ്പോൾ അവിൽ മിൽക്കില്ല. ആകെ 2 ചായയും വാങ്ങി, ഞങ്ങൾ പാസ്തയും വാങ്ങി. പക്ഷേ ഇഷ്ടംപോലെ സ്നാക്സ് ഉണ്ടോ, വെറൈറ്റി സ്നാക്സ് ഉണ്ട് അവിടെ. നല്ല തിരക്കുണ്ടായിരുന്നു ബക്രീദ് ആയതുകൊണ്ട്. ഏട്ടൻ കുറച്ചൊക്കെ പോസ്റ്റായി, കുറച്ച് കാത്തു നിൽക്കേണ്ടി വന്നു. പക്ഷെ ഞാൻ പാസ്ത കഴിക്കാൻ തുടങ്ങി. ഏട്ടൻ ചായ ആയിട്ട് വരുമ്പോഴേക്കും ഏകദേശം എൻ്റെ പാസ്ത പകുതിയോളായി. പക്ഷേ ഏട്ടന് അത്ര പാസ്ത വേണ്ടാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞാനത് ഫുള്ളായിട്ട് തീർക്കേണ്ടി വന്നു. അങ്ങനെ കഴിച്ച് തീർക്കുകയാണ്. പിന്നെ അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു ഹോട്ടലാട്ടോ ബേക്ക് ഹൗസ് എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് കാണാൻ, റോഡ് സൈഡിൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങളെന്നാൽ പാസ്ത കഴിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വീട്ടിലേക്ക് പോകാമെന്ന് ഇരിക്കുമ്പോഴാണ് നമ്മളെ കാത്തൊരാൾ നിൽക്കുന്നുണ്ട്, കണ്ണൻ എന്തെങ്കിലും വാങ്ങണ്ടേ ഏട്ടാ എന്ന് പറയുമ്പോൾ നമുക്ക് ജ്യൂസ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും ജ്യൂസ് കടയിൽ കയറി. ഞങ്ങൾ ജ്യൂസൊക്കെ വാങ്ങി. ഞങ്ങളുടെ വണ്ടീൻ്റെ സൗണ്ട് വീട് മുറ്റത്ത് എത്തുമ്പോഴേക്കും ഓടി വരുന്നു. എക്സൈറ്റ്മെൻറ്റ് കാരണം എന്താണ് കവറിൻ്റെ ഉള്ളിൽ എന്ന് കാണാനുള്ള ആ ഒരു ധൃതിയിലാണ്. നോക്കിയേ കവറിൻ്റെ ഉള്ളിൽ നിന്ന് ജ്യൂസ് കിട്ടി. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതായിരുന്നു ആളുടെ സംശയം കവറിൻ്റെ ഉള്ളിൽ. പക്ഷേ ഞങ്ങൾ ജ്യൂസ് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആൾ ഹാപ്പിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്കൊരു നൈറ്റ് ഡ്രൈവും ആയി. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.